السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രോക്സിമ 2K24 നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ മഹത്വമേറുന്ന സുന്ദര സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാം. കഥയുടെ പേര് ഏർപ്പാടിന്റെ നൊമ്പരങ്ങൾ. ബിസ്മി ഹംദ് സ്വലാത്തിനാലെ തുടങ്ങിയിടുന്നേ, വിണ്ടിടുന്നു നബിയിൽ സലാമും പിന്നെ കൽബ് നീറും സംഭവ കഥ പറഞ്ഞിടുന്നേ, കഥനമേറിയിടുന്ന താളുകൾ മറിച്ചിടുന്നേ. പ്രിയരെ, 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ മദീന നഗരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അന്നൊരു തിങ്കൾ പ്രഭാതം, ആകെയും മൂകത, സന്തോഷവദനങ്ങൾ മാന് എങ്ങും സങ്കടവദനങ്ങൾ മാത്രം. എന്തോ സംഭവിച്ചിരിക്കുന്നു തൊയ്ബയിൽ. എന്ത് സംഭവിച്ചു? ഹൃദയം തകർന്നിടുന്നേ, കൽബ് തളർന്നിടുന്നേ, വാർത്ത കേട്ടുന്ന ത്വയ്ബ ആകെ തരിച്ചിടുന്നേ. ഇനിയാരുണ്ട് ഞങ്ങളിൽ സാന്ത്വനമേകിടുവാൻ? മുത്തവിട പറഞ്ഞു നാദൻ സമേതത്തില. അതെ, അനാഥകളുടെ അത്താണിയായ, അപശരുടെ അഭയകേന്ദ്രമായ, തങ്ങളുടെ എല്ലാമായ മുത്തുനബിയുടെ ഭൗതികദേഹം മറഞ്ഞിരിക്കുന്നു. വാർത്ത കേട്ടതെങ്ങനെ കൽബ് നീറാതിരിക്കും? ഇരുളിൽ നിന്ന് വെളിച്ചം കാണിച്ചു തന്ന് നമ്മെ സ്വർഗസരണിയിലേക്ക് നയിച്ച അവിടുത്തെ സ്നേഹ സ്വാമീപ്യമില്ലാതെ ഇനി എന്ത് ജീവിതം? എല്ലാ മനസ്സുകളും വചസ്സുകളും ഇതേ മന്ത്രങ്ങളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അതാ അങ്ങോട്ട് നോക്കൂ, എന്താണ് അവിടെ ഒരാൾക്കൂട്ടം? ആരോ ഒരാൾ ഉച്ചത്തിൽ എന്തോ പറയുന്നുണ്ടല്ലോ. ആരാണത്? എന്താണ് അയാൾ പറയുന്നത്? ൂരിയവാളാലെ ഉമർ തങ്ങള് ഉരക്കുന്നില്ല എന്റെ തിങ്കള്. നബി തങ്ങള് വഫാത്തായിട്ടില്ല, സ്വർഗം തേടി പറന്നിട്ടില്ല. ആര് പറഞ്ഞു ആ വാർത്ത ചൊന്നു? അവനെ ഞാൻ വാളിനിരയാക്കുമേ. ഉമർ തങ്ങളുടെ വാക്കുകൾ കേട്ടുടാൻ ജനഹൃദയങ്ങൾ ഏറെ ധരിച്ചുടൻ. എങ്കിലും വീണ്ടും പറയുന്നു തങ്ങള്, മൊഴിയുന്നു വഫാത്താലെ മുത്തിനെ. പ്രിയരെ, അത് മറ്റാരുമായിരുന്നില്ല, കിസ്റാ കൈസർ വിറപ്പിച്ച സത്യാസത്യ വിവേചകരെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച നീതിയുടെ പര്യാമമായ ഉമർ തങ്ങളായിരുന്നു. എന്റെ ഹബീബ് വഫാത്തായിട്ടില്ല, അങ്ങനെ പറയുന്നവനെ ഞാൻ വാളിനിരയാക്കും എന്ന അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബിയുടെ വിരഹ ദുഃഖത്തിൽ സമനില നഷ്ടപ്പെട്ട് ഉമർ തങ്ങള് ഇങ്ങനെ തുടരുന്നതിനിടയിൽ അതാ അങ്ങോട്ട് നോക്കൂ, ആരോ വന്നല്ലോ. ആരാണത്? സിദ്ദീഖോര് കടന്ന് വന്നേ, സാന്ത്വന പിച്ചവർ ഉമർ തങ്ങളെ. ആറ്റൽ നബിയോരും മടങ്ങിയെന്നേ, എന്നാലും ഉമർ തങ്ങൾ തുടർന്നിടുന്നേ. നേരം സിദ്ദീഖോര് എഴുന്നേൽക്കുന്നു, നല്ല ഗാനമാലെ പ്രസംഗിക്കുന്നു. ആയത്തോതി സുബൂത്താക്കുന്നു, കേട്ട് ഉമർ തങ്ങള് തളർന്ന് വീണ്. അതെ,
അത് മറ്റാരുമായിരുന്നല്ല, ഒന്നാം ഖലീഫയും സത്യനബിയുടെ സന്തത സഹചാരിയുമായ അബൂബക്കർ തങ്ങളായിരുന്നു. അദ്ദേഹം ഉമർ തങ്ങളെ സ്വാന്തനിപ്പിച്ചു, നിലപാടിൽ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഉമർ തങ്ങൾ വഴങ്ങിയില്ല. ആ സമയം സിദ്ദീഖ് തങ്ങള് സാരസമ്പൂർണമായ ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം ആയത്തോതി വഫാത്ത് സ്ഥിരപ്പെടുത്തി. അതിങ്ങനെയായിരുന്നു: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ മാത്രമാകുന്നു. അദ്ദേഹത്തിന് മുമ്പ് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം വധിക്കപ്പെടുകയോ വഫാത്താവുകയോ ചെയ്താൽ നിങ്ങൾ പിന്മാറുകയോ. ഈ ആയത്ത് ഓതിയപ്പോൾ സംഗതി മനസ്സിലായ ഉമർ തങ്ങള് സഹിക്കാനാവാതെ നിലംപതിച്ചു. കേട്ട ഉമർ തങ്ങള് ബോധരഹിതരായി, സ്നേഹനിധി തങ്ങള് വഫാത്ത് സഹിക്കതായി. സ്നേഹിച്ചവർ സ്വന്തത്തെ കാളേറെ നബി മുത്തെ, അതിനാൽ അവർക്കായില്ല സഹിക്കാൻ പിടപ്പുമില്ല. അല്പസമയത്തിനകം ഉമർ തങ്ങളെ ശാന്തത കൈവരിച്ചു. സ്വഹാബത്തെല്ലാവരും തങ്ങളുടെ കരളിന്റെ കഷ്ണത്തെ കവിളിൽ 1000 ചുംബനമേകി. അബ്ബാസ് തങ്ങളും അലി തങ്ങളും ചേർന്ന് പാവനദേഹം കുളിപ്പിച്ചു. അബൂ ത്വൽഹ തങ്ങള് ഖബർ കുഴിച്ചു. തിരുഭൗതിക ദേഹം വിതുമ്പലോടെ പരിശുദ്ധ മന്ത്രങ്ങളോടെ ഇറക്കി വെച്ചു. ഭൗതിക തിരുദേഹ വിയോഗം കൽബാന്തരങ്ങളിൽ വലിയ തോതിൽ മുറിവേൽപ്പിച്ചുവെങ്കിലും ആത്മീയ സാന്നിധ്യമുണ്ടല്ലോ എന്നതിൽ സ്വഹാബത്തെ വിശ്വസിച്ചു. അതെ, അവിടുന്ന് നമ്മെ വീക്ഷിക്കുന്നു. നമ്മുടെ സൽക്കർമ്മങ്ങളിൽ സന്തോഷിക്കുകയും ദുശ്ചേത്തുകളിൽ പുറക്കലിനെ തേടുകയും ചെയ്യുന്നു. ഇതുവരെ പറഞ്ഞതിൽ വന്ന പിഴവുകൾ മാപ്പ് തേടി മുത്തുനബിയുടെ മദദ് തേടി നാഥൻ കബൂൽ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ഈ കൊച്ചു കഥാപ്രസംഗം അവസാനിപ്പിക്കുന്നു. മുത്തിൻ വിയോഗത്തെ പറ്റി പറഞ്ഞുള്ള കൊച്ചു കഥാപ്രസംഗം ഞങ്ങൾ അവസാനിപ്പിച്ചിടുന്നേ. പിഴവുകളുണ്ടെങ്കിൽ കുല്ലും സദയം പുറത്ത് ദുആ ചെയ്യണേ. ഞങ്ങൾ വസിയത്ത് ചെയ്തിടുന്നേ. റബ്ബേ കബൂൽ ചെയ്ത് മുത്തിന്റെ ഹൗലിൽ നിന്നായി കുടിപ്പിക്കണേ. സ്വർഗീയ സുഖമേകിടണേ കോനേ. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. അസ്സലാമു അലൈക്കും.